നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ എടുക്കാനുണ്ടെങ്കിൽ ചുരുക്കം നാളുകൾ കൊണ്ട് ഏകദേശം 5 മുതൽ 6 കോടി രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ തരുന്ന ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. വെറും 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് ജസ്പേഡിന്റെ MD ശ്രീ നിഷാദ് അവർ നമ്മളോട് ചേരുന്നു. സാർ നമസ്കാരം. നമസ്കാരം. പുതിയൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു ദിവസം 500 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ആ 500 രൂപ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു 6-7 കോടി രൂപയായിട്ട് മാറും എന്നൊരു മാജിക് ഞാൻ അറിഞ്ഞു. എന്താണ് അതിന്റെ പിന്നിലെ സീക്രട്ട്? എന്താണ് അതിന്റെ പിന്നിലുള്ള ബിസിനസ്? ഓക്കെ, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ നമുക്കൊരു പഴഞ്ചൊല്ല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്നുള്ളത്. ഇത് നമ്മൾ അന്ന് കേട്ട് മറന്നൊരു പഴഞ്ചൊല്ലാണിത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു. അങ്ങനെ നമ്മളെ 25 വയസ്സ് വരെ നമ്മളെല്ലാവരും തന്നെ നോക്കി വളർത്തിയത് നമ്മുടെ മാതാപിതാക്കളാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് 25 വയസ്സ് ആയപ്പോൾ നമുക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വട്ടവർ ഓക്കെ, നമുക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേർന്നു. അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി. അങ്ങനെ ഒരു 60 വയസ്സ് വരെ നമുക്ക് ആരോഗ്യമുണ്ട്, വരുമാനമുണ്ട്, നമ്മളൊരു നല്ല സമയം തന്നെ പറയാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ആരും നോക്കൂന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ നോക്കാൻ നമ്മുടെ കയ്യിൽ വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ വൈഫ്, വട്ടവർ ഓക്കെ. അങ്ങനെ നമ്മൾ 60 അല്ലെങ്കിൽ 56 വയസ്സിൽ റിട്ടയർ, അല്ലെങ്കിൽ 60 വയസ്സ് വരെ നമുക്ക് വരുമാനമുണ്ട്. ഇനി ഈ 60 വയസ്സ് കഴിഞ്ഞ് 95 വയസ്സ് വരെയുള്ള ഒരു സമയം കൂടി നമുക്കുണ്ട്. കാരണം ഇപ്പൊ കേരളത്തിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആവറേജ് ഒരു ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ 95 വയസ്സ് വരെ ഒരു ശരാശരി മനുഷ്യർ ജീവിച്ചിരിക്കുന്ന പറയണം. അപ്പൊ നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് എടുക്കാം. ഒന്ന്, 25 വയസ്സ് വരെ നമ്മുടെ പഠന കാലഘട്ടം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നോക്കി. 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമ്മൾ നമ്മളെ തന്നെ നോക്കി, 35 കൊല്ലം. ഇനി 60 വയസ്സ് തുടങ്ങി 95 വയസ്സിലെ 35 കൊല്ലം ആര് നമ്മളെ നോക്കും? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ മിക്ക ആളുകൾക്കും പറയാൻ ഉത്തരങ്ങളില്ല. കാരണം നമ്മൾക്കറിയാം, മക്കൾ നമുക്കുണ്ട്. പക്ഷെ മക്കളുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പിന്നെ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവരെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ്. പക്ഷെ അവിടെയാണ് നോക്കി വളർത്തിയ അച്ഛനും അമ്മയും പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന ഒരു വലിയ ചോദ്യം. അവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോ ഒരുപാട് വൃദ്ധസദനങ്ങളും മറ്റും വരുന്നത് ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളായിട്ട് തന്നെയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ച്. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞപ്പോ ടീച്ചേഴ്സ് പറഞ്ഞു തരാത്ത ഒരു ചെറിയൊരു സീക്രട്ട് ഉണ്ടായിരുന്നു. ഈ സമ്പത്ത് കാലത്ത് ഏത് തൈ വെക്കണം എന്നുള്ളത്. അവിടെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത. അതായത് ഇന്ന് ലോകത്തില്, ഇന്ത്യയില്, കേരളത്തില് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാൻഡൽവുഡ് എന്ന് പറയുന്ന ഒരു വൃക്ഷം, അതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടത്. ഇത് ഓൾറെഡി നമ്മുടെ ഇന്ത്യയുടെ, കേരളത്തിന്റെ സ്വന്തം വൃക്ഷമാണ്. മറയൂരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദന. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും ഇത് വളരില്ല. ഇന്ന് പഠന റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങളിലാണ് ഇത് വളരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. 1 കർണാടക, 2 തമിഴ്നാട്, ആന്ധ്ര, കേരളം. ഈ 4 സംസ്ഥാനങ്ങളിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഇടുക്കി, പത്തനംതിട്ട, വയനാടുമാണ്. പക്ഷേ ഇടുക്കിയും പത്തനംതിട്ടയ്ക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മേജർ സ്ഥലങ്ങൾ തന്നെ റെഡ് സോണിൽ എടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നോക്കിയത് വയനാടാണ്. വയനാട് 20% ഏരിയ റെഡ് സോണും 80% സ്ഥലം ഗ്രീൻ സോണുമാണ്. അപ്പൊ ഈ ഗ്രീൻ സോൺ ഉള്ള ഏരിയ കണ്ടുപിടിച്ച് സമുദ്രനിരപ്പിൽ 700 മീറ്റർ ഹൈറ്റുള്ള സ്ഥലം, നല്ല ചൂടും നല്ല തണുപ്പും, ഇത്രയും കാര്യങ്ങളാണ് ചന്ദനത്തിന് വളരാൻ വേണ്ടി വേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1400 ഏക്കറാണ് ഞങ്ങളുടെ പ്രൊജക്ട്. ഈ 1400 ഏക്കറിനെ 2 ഏക്കർ വരുന്ന 700 പ്രൊജക്റ്റാക്കി തിരിച്ച് ഈ 2 ഏക്കറിൽ 5 സെന്റിന്റെ 40 പ്ലോട്ടുകളായി തിരിച്ചിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇത് വിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം.
അപ്പൊ ഈ 5 സെന്റ് ഭൂമി വാങ്ങണമെങ്കിൽ 15 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഞെട്ടണ്ട, ഈ 15 ലക്ഷം രൂപയ്ക്ക് നമ്മൾ തരേണ്ടത് ഇത് മെച്യൂരിറ്റി ആവാനായിട്ട് 15 വർഷം സമയം വേണം. ഈ 15 കൊല്ലം ഇതിന്റെ പരിപാലനം. കാരണം ചന്ദനം എന്ന് പറയുന്നത് ഒരു അർദ്ധപരാഗ സസ്യമാണ്. ഇത് ഒറ്റയ്ക്ക് വളരില്ല, ഇതിനൊരു ഹോസ്റ്റ് പ്ലാന്റ് സഹായം വേണം. അങ്ങനെ എക്സ്പെർട്ട് ആയിട്ടുള്ള കൃഷിക്കാരുടെ സഹായത്തോടെ മാത്രമേ ഇതിനെ വളർത്താൻ സാധിക്കുള്ളൂ. ഇനി വളർന്നാൽ തന്നെയോ ഇത് കുറച്ച് കഴിഞ്ഞാൽ വീരപ്പന്റെ പിൻഗാമികൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ വീരപ്പന്റെ ജോലി എന്തായിരുന്നുള്ളത്? ചന്ദനം മോഷ്ടിക്കലായിരുന്നു. അപ്പൊ ഇവിടെ ഇനിയും വീരപ്പന്റെ പിൻഗാമികളുണ്ട്, അവരൊന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും. മോഷ്ടിക്കാതിരിക്കാനായിട്ട് അതിനുള്ള ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ, കാരണം 20 അടിക്ക് ഇലക്ട്രിക് ഫെൻസിങ്, സെക്യൂരിറ്റി ഗാർഡ്സ്, സെക്യൂരിറ്റി ഡോഗ്സ്, CCTV ക്യാമറ, ഓരോ മരത്തും ചിപ്പ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് പരിപാലിച്ചു തരുന്നു. അങ്ങനെ 15 കൊല്ലം കഴിഞ്ഞ് 50 സെന്റിമീറ്റർ ചുറ്റളവാകുമ്പോൾ ഇത് ഗവൺമെന്റിലേക്ക് കൊടുത്താൽ, പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, ഗവൺമെന്റ് തന്നെ കൊടുത്തോളാം. അപ്പോൾ ഇന്ന് ഒരു മരത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് 8 ലക്ഷം രൂപയാണ്. ഇത് 10 മുതൽ 15 കൊല്ലം കൊണ്ട് 20 മുതൽ 25 ലക്ഷം രൂപയാകും എന്നാണ് ഗവൺമെന്റിന്റെ ഒരു കണക്കൂട്ടൽ. അങ്ങനെ വരുമ്പോൾ 10 മരത്തിന് അല്ലെങ്കിൽ 20 മരം നമ്മുടെ 5 സെന്റ് ഭൂമിയിൽ വെക്കാൻ പറ്റും. അപ്പൊ 20 മരത്തിന് ഒരു 20 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിലോ 4 കോടി രൂപയായി. 25 ലക്ഷം കിട്ടുകയാണെങ്കിലോ 5 കോടി രൂപയായി. മാത്രമല്ല ഈ സ്ഥലം നിങ്ങളുടെ പേരിലുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എന്താ, 15 ലക്ഷം രൂപ വേണ്ട. അതിനും ലോകത്തിൽ ആദ്യമായിട്ട് ഭൂമി EMI പലിശയില്ലാതെ ഞങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, ആദ്യമായിട്ടാണെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. കാരണം പലിശയില്ലാതെ ഇന്നേ വരെ ആരും ഭൂമി ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെയ്യേണ്ടത്, സാധാരണ ഒരു എംപ്ലോയി അല്ലെ, ഒരുപാട് ജോലിക്കാർ ഇവിടെയുണ്ട്. ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി എടുത്ത് കിട്ടുന്ന പൈസയെന്ന് വലിയൊരു നീക്കിരിപ്പ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു മാസം 15,000 രൂപ, അതൊരു ദിവസം 500 വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിന്റെ EMI അടച്ചു തീരും. അതായത് 15 ലക്ഷം രൂപ. അത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി 10 കൊല്ലം പ്രായമെത്തിയിട്ടുള്ള സാൻഡൽവുഡ് ഉണ്ടാവും. ഒരു 5 കൊല്ലം കൂടി കാത്തിരുന്നാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഗവൺമെന്റിന് ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ 2 മുതൽ 5 കോടി രൂപ വരെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ 40 വയസ്സുള്ള ആളാണെങ്കിൽ ഒരു 55-60 വയസ്സാകുമ്പോൾ ഒരു 2 കോടി 5 കോടി കിട്ടുമ്പോഴോ പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാനുള്ള അവസരം. നിങ്ങൾക്ക് 5 വയസ്സുള്ളൊരു മോനുണ്ടാ അവരുടെ ഹൈയർ എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ അവരുടെ വിവാഹം, ഇതെല്ലാം ഒരു ടെൻഷനും ഇല്ലാതെ നടത്താനും പറ്റും. നമുക്ക് ഭാവിയിൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാനും പറ്റും. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ചന്ദനത്തോപ്പുകൾ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് മാറാം. ഇതിന് ഭാഗമായിട്ട് മാറുമ്പോൾ ഇതിലൂടെ നിങ്ങൾ ജീവിതം, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ മഹത്തായ ജീവിതം ഒരു വൻ വിജയമാക്കി തീർത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അദ്ദേഹം റാഫി, അതൊരു സിംഗറാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഷഹീന ടീച്ചറാണ്. ബാക്കി നിങ്ങൾ തന്നെ പറയും. ഇത് അവരുടെ പ്ലോട്ടാണ്. ഇവർ നേരത്തെ നമ്മൾ ഈ പ്രോജക്ട് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ വാങ്ങിയതാണ്. ബാക്കി ഡീറ്റെയിൽസ് അവർ പറയും. എന്ന് പറയുന്നു ഈ ഒരു പ്ലോട്ട് മേടിച്ചതിന് ശേഷം നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് എന്താണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ വയസ്സാവുമ്പോ വെറുതെ ഇരുന്ന് കഴിക്കാന്നാണോ? എന്ന് വെച്ചാലേ കാരണന്മാര് നമ്മളെപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, പണം കഴിക്കുന്ന മരം നമ്മുടെ വീട്ടിലുണ്ടോ എന്തെങ്കിലും ചോദിക്കുമ്പോ. അപ്പൊ അന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പണം കഴിക്കുന്നവരുണ്ട്, കോടികൾ. എന്ന് വെച്ചാല് നമ്മളിപ്പോ വാങ്ങുന്ന ഒരാൾക്ക്, ഇപ്പൊ സാറ് പറഞ്ഞു, ഇപ്പൊ തൊട്ടുമ്പോ ഞാൻ അത് കേട്ടിട്ടാ വന്നത്, ഒരു ദിവസം 500 രൂപ മാറ്റി വെച്ചാൽ ഏത് സാധാരണക്കാരനക്കും ആ സാധാരണക്കാരാവാൻ പറ്റുന്ന രീതിയിലേക്ക് 5 കോടി 80 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് ശരിക്കും ഇപ്പൊ IWST മുഖാന്തരം പറയുന്ന ഒരു കാര്യം. പക്ഷെ ഈ ഒരു വളർച്ച കണ്ടിട്ട് സാറ് 5,80,000 5 കോടി 80 ലക്ഷം അല്ല, 10 കോടിക്ക് അടുത്താണ് ശരിക്കും അടുത്ത 15 വർഷത്തിനുള്ളിൽ ഈ ഗ്രോത്തില് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നു. യാതൊരു സംശയമില്ല. എന്താണെന്നറിയോ, ഇപ്പൊ IWST പറയുന്ന അവരുടെ ഒരു കണക്കനുസരിച്ച് ഒരു 4 വർഷം കഴിഞ്ഞാലാണ് ഇതുപോലെ പൂവും കായൊക്കെ ഉണ്ടാവുന്നത്, കാതൽ ഫോം ചെയ്യുന്നത്. അത് മാത്രമല്ല, അവരുടെ കണക്കനുസരിച്ച് 1 വർഷം കൊണ്ട് മാക്സിമം ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ ഇതിന്റെ അപ്പുറം വണ്ണം വെച്ചതായിട്ട് അവരെ ഹിസ്റ്ററിയിലില്ല. ഇവിടെ നമ്മൾ ചുരുങ്ങിയ 16 മാസത്തിനുള്ളിൽ തന്നെ 20 സെന്റിമീറ്ററിന്റെ മുകളിൽ വണ്ണം വെച്ചെന്നുള്ളതാണ് മണ്ണിന്റെ പ്രത്യേകതയാണത്, മണ്ണിന്റെ കാലാവസ്ഥയിൽ. അപ്പൊ ഈ 50 സെന്റിമീറ്റർ ചുറ്റളവ് നമുക്കിത് മുറിക്കാം.
പിന്നെ മുറിക്കുന്നതിന് നമുക്ക് ഇത് കാതിൽ ഫോം ചെയ്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള മെഷീനറി സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഞങ്ങളിപ്പോ ഈ പറയുന്ന ഒരു 200 കിലോ തൂക്കം വെക്കും, 20 അടി ഹൈറ്റ് വെക്കും, 50 സെന്റിമീറ്റർ വണ്ണം വെക്കും, 10 കൊല്ലത്തിനുള്ളിൽ മുതൽ 15 വർഷത്തിനുള്ളിൽ നമുക്കിത് മുറിച്ചെടുക്കാന്നൊക്കെ പറയുമ്പോഴും ഇന്ന് ആ കണക്കുകളൊക്കെ മിക്കവാറും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് നമ്മുടെ മറ്റു ചെടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ റിസൾട്ട് വേറെ എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെന്നേലും ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ ഇതിൽ ഇത് ഒരുപാട് ഏകദേശം ഇതൊരു 5 ഏക്കറോളം വരുന്നൊരു ലാൻഡാണ്. അപ്പൊ ഇത്രയും സ്ഥലത്ത് ഓരോ 5 സെന്റ് ഭൂമിയുടെയും ഉടമസ്ഥരെല്ലാം ഓരോരോ ഇവരെ പോലെ തന്നെയുള്ള ചെറുകിട കർഷകർ തന്നെ പറയാം. ചെറുകിട അവർ ഫ്രണ്ടിൽ ബോർഡ് കണ്ടിരുന്നില്ലേ, സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ, അതായത് ചെറുകിട ചന്ദന കർഷകരുടെ ഒരു കൂട്ടായ്മ. അതിന്റെ പേരാണ് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അപ്പൊ ഈ ഒരു അസോസിയേഷനിലെ അംഗങ്ങളാണ് ഇവരെല്ലാവരും. ഷഹീനയാണ് ഇതിന്റെ ട്രഷറും കൂടിയാണ് ഈ ഒരു സൊസൈറ്റിയുടെ. സാർ, ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം വന്നതേ വേറൊന്നുമല്ല, ഇപ്പൊ ഈ ഒരു മണ്ണ് നമ്മളിപ്പോ മറിയൂര് അന്വേഷിക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ കാതൽ കിട്ടുന്ന ഒരു മണ്ണ് ഈ ഒരു പ്രദേശത്തെ മണ്ണാണ്. അതിന്റെ ഗുണം രാവിലെ നല്ല ചൂട്, പകൽ നല്ല ചൂട്, രാത്രി മഞ്ഞ്, പിന്നെ ബ്ലാക്ക് സോയിൽ. ഇപ്പൊ കാരണന്മാർ പറയും ഇപ്പൊ ഇവിടെ ഞാൻ നമ്മൾ അറിയാണ്ട് കൈവച്ചുറങ്ങിപ്പോയാൽ വേര് പിടിക്കുന്നു. കാരണം അത്രയും ഫലഭൂയിഷ്ടമായ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. പിന്നെ പരിചരണം, നമ്മൾ എന്തിനേയും ഒന്ന് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 5 വർഷക്കാലത്തോളം പറയുന്നല്ലോ, ഇത് പ്രോപ്പർട്ടി മേടിച്ചിട്ട് ഈ 5 വർഷക്കാലത്തോളം ഞങ്ങൾ ഒന്ന് നോക്കണം. ഇവിടെ നിങ്ങൾ വളരുന്നോ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളോട് കണ്ടില്ലേ CCTV ക്യാമറ, 360 ഡിഗ്രി തിരിക്കാൻ പറ്റുന്ന ക്യാമറ, ഡ്യുവൽ ക്യാമറയാണ്. ഒരു ക്യാമറ 360 ഡിഗ്രി നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ തിരിക്കാം. അതിൽ സ്പീക്കർ ഉണ്ട്, അതുകൂടാതെ ഒരെണ്ണം ഫിക്സഡ് ആണ്. ഈ ആക്സസ് ഇതിൽ പ്ലോട്ട് വാങ്ങിയിട്ടുള്ള ഓരോരുത്തർക്കും അതിന്റെ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയാല് 15 വർഷം വരെയുള്ള ഇതിന്റെ മെയിന്റനൻസ്, സെക്യൂരിറ്റി, A to Z കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നത് കമ്പനി. നമ്മളൊക്കെ മേടിച്ചിട്ടാ മതി. നിങ്ങൾ ചുമ്മാ പേയ്മെന്റ് ചെയ്യുക, പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുക, ഇതിന്റെ ആധാരം കൊണ്ടുപോയി വീട്ടിൽ വെക്കുക. ബാക്കി പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് CCTVയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വളരുന്നുണ്ടോ എന്ന് ഏത് വാതിലാക്കും നിങ്ങൾക്ക് നോക്കാം. അതെ, വളരെ വളരെ നൂതനമായ ഒരു ആശയം തന്നെയാണ്. വെറും 15 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ വീട്ടിൽ പോയിരുന്നാൽ ഒരു 15 വർഷം കഴിയുമ്പോൾ ഒരു 6 കോടി രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരും, അല്ലെ? അതായത് തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കണോ, ജസ്റ്റ് ഒരു കുടിൽ കെട്ടി താമസിച്ചോ? അതെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ചന്ദനം മുറിച്ചു കഴിഞ്ഞു, 10, 12, 13 കൊല്ലം ചന്ദനം മുറിച്ചു കഴിഞ്ഞാലും ഇതേ പ്ലോട്ടിൽ നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാം. റോഡ് സൗകര്യത്തോട് കൂടുതൽ അതെ അല്ല അതുകൊണ്ടില്ല ഞങ്ങൾ ഈ റോഡ് സൗകര്യം എടുക്കാനുള്ള കാരണം തന്നെ അതാണ്. വഴി അവർക്കുണ്ട്, എല്ലാ പ്ലോട്ടിലേക്കും വഴി. പിന്നെന്താ വേണം? അപ്പൊ ഇനി നോക്കിയിരിക്കേണ്ട, ഇല്ല വേഗം ആഗ്രഹമുള്ളവരും കുറച്ച് പൈസ ഉള്ളവരും ദിവസം 500 രൂപ ഒപ്പിക്കാൻ കഴിവുള്ളവരും നേരെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചോളൂ. ഈ 5 സെന്റ് മേടിച്ച് നിങ്ങൾ അങ്ങ് ബുക്ക് ചെയ്തോളൂ, അല്ലെ? അതെ. 6 കോടി എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനൊരു ചരിത്രം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫിഗർ പറയണമെന്നല്ല. അതായത് 1980 1 കിലോ ചന്ദനത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി അതിന് 20 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് 1 ഗ്രാം സ്വർണത്തിന്റെ വില വെറും 133 രൂപയായിരുന്നു. ആ 133 രൂപ ഉണ്ടായിരുന്ന ഗ്രാമിന്റെ സ്വർണത്തിന്റെ ഇന്നത്തെ വില 45 വർഷം പിന്നിട്ടപ്പോ 10,000-ന് മുകളിലാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനം 1 കിലോന് ഇന്ന് 20,000-ന് മുകളിലാണ്. അപ്പൊ സ്വർണത്തിന്റെ വില 75 മടങ്ങ് വർദ്ധിച്ചപ്പോ ചന്ദനത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത് 1000 മടങ്ങിന് മുകളിലാണ്. 5 വർഷം കഴിയുമ്പോൾ 1.5 ലക്ഷം രൂപ, 1 ലക്ഷത്തിന് 1.5 ലക്ഷം രൂപയ്ക്ക് ഇടയിലായിരിക്കും 1 കിലോ കാതലിന് പ്രതീക്ഷിക്കുന്ന ഒരു വില. ആ വില വെച്ച് കണക്കാക്കുമ്പോൾ ഇതല്ല, ഇത് ഒരു 10 കോടിയോളം വരും. എന്നാലും നമ്മൾ പറയും 2 കോടി മുതൽ ഒരു 5 കോടി 6 കോടി വരെ എന്തായാലും കിട്ടുമെന്ന് പറയും. ഞങ്ങൾ പറയുമ്പോൾ ഇത്തിരി എക്സാജറേഷൻ കുറച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കിട്ടിയാലും അതിന്റെ ഉടമസ്ഥനുള്ളതാണ്. 5% ഞങ്ങൾക്കുള്ള ആ ഒരു സർവീസ് ചാർജ് കൂടി ഇത്രേ ഉള്ളൂ. നമ്മളോടൊപ്പം ഷഹീന എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ടീച്ചർ മാത്രമല്ല, ഒരു ഇൻവെസ്റ്റർ കൂടിയാണ്. അതായത് നമ്മൾ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ 5 സെന്റും അതോടൊപ്പം തന്നെ 20 ചന്ദനത്തൈ മരങ്ങളും നട്ട 5 സെന്റ് പ്ലോട്ട് സ്വന്തമാക്കിയ ഒരു ടീച്ചറാണ്. നമുക്ക് ചോദിക്കാം എന്താണ് അതിന്റെ ഒരു റീസൺ എന്നുള്ളത്. സാധാരണ നിലയിൽ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കേൾക്കുന്നത്, അല്ലെ? അങ്ങനെ പൊതുവെ ഇങ്ങനെ കാണാറില്ല, ചന്ദനത്തൈ മരം വെച്ച് വസ്തു തരിക, അങ്ങനെയൊന്നും അറിയില്ല. എന്തുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോ അത് മേടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് വാങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു അധ്യാപികയാണെന്ന് പറഞ്ഞു. അപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി അത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ ഡെയിലി യൂസിന് വേണ്ടി അത് ഉപയോഗിച്ച് മന്ത് എൻഡ് ആവുമ്പോഴേക്കും ഏകദേശം തീർന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത് കേട്ടപ്പോ, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും നമ്മുടെ ലൈഫിൽ വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഒരു റിട്ടയർമെന്റ് പീരീഡ് വരുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് കണക്കാക്കിക്കൊണ്ട്, പിന്നെ അത് മാത്രല്ല എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോ ഡെയിലി ജീവിച്ചു പോകാനുള്ള
നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകാം. പക്ഷെ അവർക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു പ്ലാൻ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എന്റെ മക്കൾക്ക് കൂടി പിന്നീട് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ എനിക്കും എന്റെ ഹസ്ബൻഡിനും ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ഇവിടെ നിന്ന് കേട്ടത്. കാരണം ഒരു 15 വർഷത്തിനുള്ളിൽ, 10 മുതൽ 15 വർഷത്തിനുള്ളിൽ ഒരു 5 കോടിയോളം രൂപ ഒരു 15 ലക്ഷം മുടക്കുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, അതെ, അത് കഴിഞ്ഞാലും പ്രോപ്പർട്ടി അവിടെ നിൽക്കുന്നു, വീണ്ടും റീപ്ലാന്റേഷൻ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭകരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഹൈ റിട്ടേൺ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നു. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇവിടെ നമുക്കൊരു റിസ്ക് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാരണം ഇവിടെ കമ്പനി തന്നെ അതിന്റെ നടത്തിപ്പ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മളെ അറിയിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി പരിപാലിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. നമുക്കാകെ വല്ല കാലത്തും ഇവിടെ വന്നൊന്ന് നോക്കി കാണുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പോ ഒരു ടൂറ് പോലെ വയനാട് ഫാമിലിയോടൊപ്പം വന്ന് നമ്മളുടെ പ്ലാന്റേഷൻ കണ്ടു മടങ്ങാനും, അവിടെ വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു കുളിർമ എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നത്. കാരണം ആ ചന്ദന മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴായാലും ഏകദേശം എന്നേക്കാളും ഒരുപാട് ഹൈറ്റിലേക്ക് എത്തി ഇപ്പൊ എന്റെ തോട്ടിലെ ചന്ദന മരങ്ങൾ. അപ്പൊ അതിന്റെ ഒരു പച്ചപ്പ്, അതിന്റെ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ നമ്മൾ ചെലവാക്കിയ ഒരു കാശിനേക്കാൾ കൂടുതലുള്ള മൂല്യം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഒരു കോട്ടേജ്, അതിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സാധാരണക്കാരായ ആളുകളോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച്? ഓക്കെ, ശരിക്കും സാധാരണക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ കേട്ടാല് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനു വേണ്ടി റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവാറില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായാൽ നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ നമുക്ക് പറ്റും. ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്കും ഈ പ്രോജക്റ്റിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.